കറുപ്പിനഴകെന്നൊക്കെ സിനിമാക്കാർക്ക് നീട്ടിവലിച്ച് പാടാം, ചുവട് വെച്ചാടാം. പക്ഷെ വെറും ഒരു കരിങ്കൊടിയായ ഞാനൊന്ന് ആടിയാൽ അതോടെ നാട്ടിൽ അടിയുടെ പൊടി പൂരമായിരിക്കും. ഈ രാഷ്ട്രീയക്കാർ കാരണം വെറും ഒരു കരിങ്കൊടിയായ എനിക്കിപ്പോൾ നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്ത സ്ഥിതിയാണെന്ന് പറയേണ്ടതില്ലല്ലോ. നവകേരള യാത്ര തുടങ്ങിയതോടെ കരിങ്കൊടി എന്ന് കേട്ടാൽ നേതാക്കൾക്ക് ഹാലിളകും, പോലീസുകാർക്ക് കലിയിളകും. എന്നെ ചുമന്നുകൊണ്ട് വന്നവനെ പോലീസുകാർ കുത്തിനു പിടിച്ച് ചാർത്തും, എന്നെ കയ്യിൽ കിട്ടിയാൽ ചവിട്ടിക്കീറി ഓടയിലെറിയും. പിന്നാലെ ഞങ്ങളുടെ മുതുകത്ത് പാർട്ടിക്കാരുടെ വക കരിമരുന്ന് കലാപ്രകടനവും രക്ഷാപ്രവർത്തനവും ഉണ്ടാകും. എത്രയോ മരണവീടുകളിലേക്ക് വഴികാട്ടാൻ പോസ്റ്റുകളിലും തൂണുകളിലും ഞാൻ തൂങ്ങി ആടിയിരിക്കുന്നു. ദുഃഖവും സങ്കടവും അറിയിക്കാൻ ഷർട്ടുകളിൽ ഇടം പിടിച്ചിരിക്കുന്നു. അതൊക്കെ ഒരു കാലം. മരണവീടും മരിച്ചടക്കും മറ്റുമായി മനസ്സമാധാനത്തോടെ കഴിഞ്ഞു വരുന്നതിനിടയിലാണ് ഏതോ കരിങ്കാലി കരിദിനം കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നത്. കരിദിനം കലക്കനാണ്, പക്ഷെ എങ്ങനെ കറുപ്പിക്കുമെന്നതായി പിന്നത്തെ ആലോചന. കറുപ്പിക്കാൻ കരിയും കൽക്കരിയും കരിയോയിലുമൊന്നും കരുതേണ്ടതില്ല. പോക്കറ്റിൽ ഒരു കഷ്ണം കറുത്ത തുണി കരുതിയാൽ മതിയെന്ന് ഏതോ വിദഗ്ധൻ പറഞ്ഞു. അങ്ങനെ പോക്കറ്റിൽ കറുത്ത റിബൺ കുത്തി കരിദിനത്തിന് തുടക്കമായി. കുറെ കാലം കഴിഞ്ഞപ്പോഴാണ് ഈ കരിദിന റിബൺ പലരുടെയും കണ്ണിൽ പെടുന്നില്ലെന്ന് രാഷ്ട്രീയക്കാർക്ക് തോന്നി തുടങ്ങിയത്. എങ്കിൽ ഈ റിബണിനെ വലിച്ചു നീട്ടി കൊടിയാക്കി വീശിയാൽ കണ്ണിലും കരളിലും കേന്ദ്ര കമ്മിറ്റിയിലും വരെ കയറുമെന്ന ചിന്തയിൽ നിന്നാണ് ഞങ്ങൾ കരിങ്കൊടികൾക്ക് സമരത്തിലേക്ക് എടുത്തു ചാടേണ്ടി വന്നത്. എന്നാൽ കരിങ്കൊടി സമരം തുടങ്ങിയതോടെ കൊടിയായിട്ടല്ല, വെറും മാസ്ക് ആയിട്ട് പോലും നാട്ടിലിറങ്ങുന്നത് ഞങ്ങൾക്ക് റിസ്ക്കായി മാറിയിരിക്കുന്നു. ഡബിൾ ചങ്കും അരച്ചങ്കുകളും ഉൾപ്പെടുന്ന ഭരണക്കാർക്ക് ഇപ്പോൾ കരിങ്കൊടിയെ മാത്രം കണ്ണെടുത്ത കണ്ടുകൂടാ എന്നതാണ് കണ്ടുവരുന്നത്. അവർക്ക് കറുത്ത കാറിൽ കറങ്ങുന്നതിന് യാതൊരു പ്രശ്നവുമില്ല, കറുത്ത കണ്ണട വയ്ക്കുന്നതിനും വിരോധമില്ല, കറുത്ത പേന കൊണ്ട് കുത്തിക്കുറിക്കുന്നതിനും മടിയില്ല, കറുത്ത ബസ്സിൽ ഉലകം ചുറ്റാനും കരിങ്കൽ മതിൽ പൊളിക്കാനും അവർ തയ്യാർ. പക്ഷെ കറുത്ത തുണി കണ്ടാൽ അതോടെ കൺട്രോൾ പോകും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും കരിങ്കൊടിയോട് മാത്രമേ നേതാക്കൾക്ക് വിരോധമുള്ളത്രേ. കരിങ്കൊടി വീശുന്നവരോട് കാരുണ്യ പ്ലസ് ആണ് പോലും. അതുകൊണ്ട് കരിങ്കൊടി വീശുന്നവരുടെ ക്ഷേമത്തിനായി രക്ഷാപ്രവർത്തകരെ വരെ ഏർപ്പാടാക്കി പ്രോത്സാഹിപ്പിച്ചു വരികയാണ് സർക്കാർ. ഇതിനകം രക്ഷാപ്രവർത്തനം വഴി നിരവധി പേരെ ജീവിതത്തിലേക്ക് ഒടിച്ചു മടക്കി കൊണ്ടുവന്നു കഴിഞ്ഞു. നോക്കിയും കണ്ടും വീശിയില്ലെങ്കിൽ ഇതിൽ കൂടുതൽ ഒടിയേണ്ടി വരുമെന്ന് ചങ്കിൽ തൊട്ടൊരു തിട്ടൂരവും. കരിങ്കൊടിയെ മൊത്തമായി പ്രതിപക്ഷം കണ്ടുകെട്ടുന്നത് കണ്ടു നിൽക്കാൻ വയ്യാഞ്ഞിട്ടാണോ എന്നറിയില്ല. ഗവർണർ ജിയെ കാണിച്ച് അംഗീകാരം മേടിക്കാൻ ഒരു കഷ്ണം കരിങ്കൊടിയുമായി കുട്ടി സഖാക്കളും രംഗത്തിറങ്ങി. അപ്പോൾ ഒരു കൺഫ്യൂഷൻ. മുഖ്യനെതിരെ വീശുമ്പോൾ കരിങ്കൊടി വള്ളിക്കളസവും ഗവർണർ ജിക്കെതിരെ വീശുമ്പോൾ ബർമുടയുമാണോ?